നമുക്ക് HSST എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിൽ പല ആളുകളും മുൻപ് എഴുതിയ ആളുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ പുതിയതായി എഴുതാൻ പോകുന്ന ആളുകൾ ഉണ്ടാവാം. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ ഇതുവരെ എഴുതാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് HSST കൊമേഴ്സ് എക്സാമിന് ഏത് രീതിയിലാണ് അതിന്റെ പാറ്റേൺ. അതിൽ ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വരാം, അതുപോലെ തന്നെ എത്ര എണ്ണമാണ് സബ്ജക്ട് പേപ്പർ ക്വസ്റ്റ്യൻസ് വരിക. ദിസ് വിൽ ഗിവ് യു എ ബ്രീഫ് ഐഡിയ അബൌട്ട് ദ ക്വസ്റ്റ്യൻ. 2018 HSST കൊമേഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം പുതിയ നോട്ടിഫിക്കേഷൻ വരാതെ നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ല. സപ്പോസ് വൺസ് ദി ന്യൂ നോട്ടിഫിക്കേഷൻ കംസ്, ഇറ്റ് മേ ബി ദി ജനറൽ പേപ്പർ മേ ബി then withdrawn from the syllabus. അങ്ങനെ ഉണ്ടാവാം. കാരണം ജനറൽ പേപ്പർ ഒഴിവാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കുറെ ക്വറീസും അതുപോലെ തന്നെ അഡ്വൈസുകളും നിലവിൽ നടക്കുന്നുണ്ട്. അപ്പൊ ജനറൽ പേപ്പർ എത്രത്തോളം സിലബസിന്റെ ഭാഗമായി ഉൾക്കൊള്ളും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിപ്പോ പറയാൻ പറ്റില്ല. നമ്മൾ നിലവിൽ 2018 HSST കൊമേഴ്സ് എക്സാമിന്റെ പാറ്റേൺ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ കൊമേഴ്സ് എക്സാമില് കൊമേഴ്സ് സബ്ജക്റ്റിൽ നിന്നും 70 ക്വസ്റ്റ്യൻസും ജനറൽ പേപ്പർ കൺസിസ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇൻക്ലൂഡിംഗ് സൈക്കോളജി, ഫിലോസഫി, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സർട്ടൻ ക്വസ്റ്റ്യൻസ് ഫ്രം കറന്റ് അഫയേഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടിയാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ 70 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കൊമേഴ്സ് സബ്ജക്റ്റിൽ നിന്നും നേരിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 70 ഇപ്രാവശ്യവും നമുക്ക് ഇതേ പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. വി ആർ എക്സ്പെക്ടിങ് 70 ക്വസ്റ്റ്യൻസ് ഫ്രം കൊമേഴ്സ് ഫീൽഡ് ആൻഡ് 30 ക്വസ്റ്റ്യൻസ് ഫ്രം the general paper, in the sense question from constitution, law, renaissance, then അതുപോലെ തന്നെ current affairs, research methodology, teaching aptitude, ഇത്തരം areas. This is the syllabus. ഇതാണോ സിലബസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, ഇതാണോ HSSTയുടെ സിലബസ്? This is the syllabus. Based on this syllabus the previous exam was conducted. ഇതാണ് 2018 സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിൽ മൊഡ്യൂളുകളായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, ടാക്സേഷൻ ലോസ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. Then the recent trends in commerce. These are the areas the questions from commerce was asked. And in addition to the questions from general paper, teaching aptitude, research aptitude, then Indian constitution and welfare schemes, social welfare schemes and renaissance. But when we have a thorough analysis of the question paper, 2018 HSST question paper, we come to know that the questions can be from then 10 subjects. പ്രധാനമായിട്ടും 10 സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ് ആ സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അക്കൗണ്ടിങ് ആണ്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ 3 അക്കൗണ്ടിങ് സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്, മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, then financial management, banking and portfolio including IFS, Indian financial system, marketing management, legal aspects of business, taxation and economics. The one most important factor is that economics and banking were not mentioned in the syllabus. The random കഴിഞ്ഞ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. Economics was not a part of the syllabus. The exam was conducted in 2018, which was not mentioned in the syllabus. And banking also not mentioned in the syllabus. But from banking there were 13 questions, and from economics there were 18 questions. In the sense, from 2 subjects, economics and banking, 21 questions which were not exclusively mentioned in the syllabus in 2018. അപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, this is the criteria for preparing those syllabus. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ച ഒരു സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും 2 എക്സാമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഏറ്റവും അവസാനം നടന്നിട്ടുള്ള കൊമേഴ്സ് ഫീൽഡിൽ നടന്നിട്ടുള്ള, ഹയർ സെക്കൻഡറി മേഖലയിൽ നടന്നിട്ടുള്ള 2 എക്സാമുകളുടെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ HSST കൊമേഴ്സ് 2018 ആണ്. മറ്റൊന്ന്
ഈ 2023 നടന്നിട്ടുള്ള നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ കൊമേഴ്സ്. ഓക്കെ, അപ്പോ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളെയും അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സിലബസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് വളരെ വേഗ ആയിട്ടുള്ള അസംഷൻ അല്ല, വളരെ കൃത്യമായ ഒരു അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്, തറോ കണ്ടന്റ് അനാലിസിസ് വി ഹാവ് ഡൺ, ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് കണ്ടന്റ് അനാലിസിസ് വി ആർ പ്രസന്റിംഗ് ദിസ് സിലബസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അല്ലാതെ വളരെ വേഗ ആയിട്ടുള്ള അസംഷൻ അല്ല. സോ ദീസ് ആർ ദ ബേസിസ് ഫോർ ദി സിലബസ്. നോക്കുക, 2018 നടന്ന HSST എക്സാമിൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്റ്റിൽ നിന്നും കൂടി 13 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 13 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെന്റിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ്, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ദ സെൻസ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും 4 ക്വസ്റ്റ്യൻ, ദെൻ ബാങ്കിങ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നിന്നും 17 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് IFS, മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്നും 2, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് നിന്നും 1, ടാക്സേഷനിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സ് നിന്നും 8 ക്വസ്റ്റ്യൻ, കൂടാതെ ജനറൽ പേപ്പർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, ഇത്രയുമായിരുന്നു ആ 4 ഏരിയയിൽ നിന്നായിരുന്നു പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വന്നത്. ഇങ്ങനെയാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഒരു സംശയം വരാം, MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ചില ക്വസ്റ്റ്യനുകളെ അത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും ചില ക്വസ്റ്റ്യനെ അത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉൾപ്പെടുത്താം. പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് MIS നിന്നും ചോദിച്ചിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഏരിയയിലേക്ക് ഉൾക്കൊള്ളിച്ചതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാത്തത്, പ്രസന്റ് ചെയ്യാത്തത്. അപ്പോ ഈ 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ ദിസ് ഈസ് ദ സിലബസ്, ഇതാണ് HSSTയുടെ സിലബസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇത് കൂടാതെ 2023 നടന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിൽ അക്കൗണ്ടിങ് സബ്ജക്റ്റിൽ നിന്നും, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉൾപ്പെടെയാണ് 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. There were 14 questions from the field accounting, 7 questions from business environment and international business, 7 from management and organization behavior, and 7 from research methodology and statistics, 7 from financial management, 14 questions from banking and portfolio management. This is the trend. ഇതൊരു പുതിയ ട്രെൻഡ് ആണ്. കാരണം ബാങ്കിങ്ങിൽ നിന്നും 7 ക്വസ്റ്റ്യൻ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് നിന്നും 7 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് നിന്നും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ബാങ്കിങ്ങിൽ നിന്നും പോർട്ട്ഫോളിയോയിൽ നിന്നും 7 ക്വസ്റ്റ്യൻ വീതം 14 ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 2023 നടന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് ടീച്ചറുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്നും 1 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഇനി ചില റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെ നമ്മൾ മാനേജ്മെന്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ അതിൽ കോർപ്പറേറ്റ് ഗവേണൻസ്, കമ്പനി അക്കൗണ്ട്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും വരിക. കമ്പനി അക്കൗണ്ട്സ് അല്ല, കമ്പനി ലോ 2013 കമ്പനീസ് ആക്ട് 2013, ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരിക. അപ്പൊ അതിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ്, കോർപ്പറേറ്റ് ഗവേണൻസ് മാത്രം 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എക്സാമിനകത്ത്. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ചില തിയറികൾ, ട്രസ്റ്റിഷിപ്പ് തിയറികളൊക്കെ ആയി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ് ലീഗൽ ആസ്പെക്ട് നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ടാക്സേഷൻ 7 ക്വസ്റ്റ്യൻ, എക്കണോമിക്സ് നിന്നും ചോദ്യം വന്നിട്ടില്ല. ജനറൽ പേപ്പറിൽ നിന്നും ചോദ്യം 5 ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 5 ക്വസ്റ്റ്യൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലോ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ്, ദെൻ റിനൈസൻസ് 10 ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലാണ് ജനറൽ പേപ്പറിന്റെ ബൈഫർക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. 30 മാർക്കിൽ 5 ക്വസ്റ്റ്യൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 5 ക്വസ്റ്റ്യൻ റിസർച്ച് മെത്തഡോളജി, ദെൻ 10 ക്വസ്റ്റ്യൻ അത് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി അതിൽ നിയമം വരുന്നുണ്ട്, കറന്റ് അഫയേഴ്സ് പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദെൻ കൂടാതെ 10 ക്വസ്റ്റ്യൻ റിനൈസൻസ്, ഇങ്ങനെ 30 ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 100 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ഇതേ സിലബസ്, ഇതിന് സമാനമായ സിലബസ് ഉള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ്, ബിസിനസ് അക്കൗണ്ടിംഗിൽ 14 ക്വസ്റ്റ്യൻ ഫ്രം ഇൻക്ലൂഡിംഗ് ബോത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. From business B and IB 7 questions, 7 from management, 7 from research methodology and statistics, and then 7 from financial management, 14 from banking and security analysis, portfolio management, including the derivatives and IFS. Okay. Then marketing management എന്ന ചോദ്യം പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. Then 7 question legal aspects നിന്നും 7 question taxes നിന്നും എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. So this is the pattern of the question pattern of the 2 exams which were conducted based on the MCOM syllabus, PG syllabus of commerce.
Okay, so you might have an idea about how questions comes from the then or ask from the commerce subject. Okay, ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. Any queries that will be addressed later. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ സിലബസ് നമ്മൾ പ്രസന്റ് ചെയ്തതിന്റെ ഒരു കണ്ടന്റ് അനാലിസിസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇത് കൂടാതെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പോളിടെക്നിക് ലെക്ചറുടെ പരീക്ഷയിലും ഇതിന് സമാനമായ ഒരു പാറ്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, PSC ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ മൂന്ന് അതും നമ്മൾ അനലൈസ് ചെയ്തതാണ്. പിന്നെ അതൊരു ലെക്ചർഷിപ്പ് പരീക്ഷ ആയതുകൊണ്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മളിവിടെ പ്രദർശിപ്പിക്കാത്തത്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ അത് എക്സിബിറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്, അത് ലെക്ചർഷിപ്പ് പരീക്ഷയുടെ ആയതുകൊണ്ടാണ്. ഇത് രണ്ടും ഹയർ സെക്കൻഡറി കൊമേഴ്സ് ടീച്ചറുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ്. Then, what is the type of question? What are the types of question? ഏത് സ്വഭാവമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കാണുന്നത്? ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ഇപ്പൊ 2018 HSST കൊമേഴ്സ് എക്സാമിൽ നിന്നും 2023 വൊക്കേഷണൽ ടീച്ചറുടെ നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സിന്റെ എക്സാമിലേക്ക് വരുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ്. Okay, there has been a drastic, tremendous changes in the field. Okay, in the field in the sense in the syllabus. Okay, സിലബസിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എന്താണ് ആ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ചോദ്യങ്ങൾ പലതും ഒരു നോളജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. Those who are reading or those who are learning those areas can attend. Even though the questions are from difficult areas. Okay, difficult ആയിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ആയതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് അത് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ എല്ലാം തന്നെ എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടില്ല 2018 ചോദിച്ചു എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുമാണ്. ചോദ്യം എല്ലാം നോളജ് ലെവലാണ്, അല്ലാതെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടായിട്ടില്ല. കോംപ്രിഹെൻഷൻ ടൈപ്പോ അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസോ കൂടുതൽ എവിടെ ഉണ്ടായിട്ടില്ല, 2018 പരീക്ഷയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ 2023 വൊക്കേഷണൽ ടീച്ചറുടെ എക്സാമിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു എക്സാം പാറ്റേൺ ആണ് PSC ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം ഇഫ് യു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ യു കം ടു നോ ദർ ആർ ക്വസ്റ്റ്യൻ ആസ് അസേഷൻ റീസൺ ടൈപ്പ്, statement type, listing components, matching type, knowledge level, application level, and the comprehension level questions are not yet be asked in PSC exams. Kerala PSC examil ഇതുവരെ കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് കൊമേഴ്സിന്റെ ഫീൽഡിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഒഴിച്ചു വെച്ചുകൂടാ. പ്രത്യേകിച്ച് കാരണം ഈ അടുത്ത കാലത്ത് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നൊക്കെ ഒരു പർട്ടിക്കുലേഴ്സ് തന്നിട്ട് 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ മാറ്റം സെറ്റ് എക്സാമിനകത്ത് ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ഈ UGC നെറ്റ് എക്സാമിനകത്ത് ഉണ്ടാകുന്ന മാറ്റമൊക്കെ സംസ്ഥാന ലെവലിൽ നടക്കുന്ന പരീക്ഷയിലും ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സോ ഇതുവരെയായിട്ടും so far no such type of questions, I mean comprehension type of questions, but we are expecting. Okay, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർ ചെയ്യാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ഗസ് എന്ന് പറയുന്നത് വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ് അല്ല. ഈ അടുത്ത കാലത്ത് നടന്ന കേരള സെറ്റ് എക്സാമുകൾ, UGCയുടെ നെറ്റ് എക്സാമുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം ഇതിലും പ്രതിഫലിക്കാം. ദാറ്റ് മേ ബി റിഫ്ലക്റ്റഡ് ഇൻ കേരള PSC എക്സാം ഓൾസോ. ദാറ്റ് ഈസ് അവർ ഇൻഫറൻസ്. ആ രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇപ്പോ ഉദാഹരണത്തിന് ഒരു മിനിറ്റ്, നിങ്ങൾക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ കാണാമോ? കാണാം. ഈ 2 അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യനില് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഉള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, സോറി HSST എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, HSST എക്സാമിന്റെ നമ്മൾ പറഞ്ഞു 13 ക്വസ്റ്റ്യൻ. ഈ 13 ക്വസ്റ്റ്യനുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2018 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതേ സമയത്ത് 2023 എക്സാമിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇത് 2023 ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, ഇതിൽ വന്നിരിക്കുന്ന മാറ്റം. ഇപ്പോ ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. എന്നാൽ 2023 ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാം, വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യു സി ക്വസ്റ്റ്യൻ തന്നെ വളരെ വലുതായി. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഈ 8ാം നമ്പർ ക്വസ്റ്റ്യൻ നോക്കിയ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്ന് ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമ്മളെ വലിയ ലെങ്തി ആയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ തന്ന് അതിൽ നിന്നും ഏതാണ് റൈറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കും. അത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2018 കുറവായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കോമ്പോണന്റുകൾ തന്നിട്ട് അതിൽ നിന്നും ഏതെല്ലാമാണ് ശരി, 4 കോമ്പോണന്റ് തന്നിട്ട് അതിൽ നിന്നും ഏതെല്ലാമാണ് ശരി. അപ്പോൾ ഈ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. ഇൻ ദ സെൻസ് വളരെ ലെങ്തി ആയിട്ടുള്ള
ക്വസ്റ്റൻ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ട്. ഇത് അക്കൗണ്ടിങ് മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ദെൻ ഇനിയിപ്പോ സപ്പോസ് IB-യുടെ ക്വസ്റ്റൻ ആണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, 4 ക്വസ്റ്റൻ ആണ് 2018 എന്ത് ചെയ്തിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ, 4 ക്വസ്റ്റ്യൻസ് ആണ് 2018 എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. 2023 എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, 2018 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കാം. ക്വസ്റ്റ്യന്റെ നാച്ചർ അനുസരിച്ചിട്ട് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതും നമ്മൾക്ക് അറിയാവുന്ന പാറ്റേണുമാണ് ക്വസ്റ്റ്യൻ. പക്ഷേ 2023 വരുമ്പോൾ അതിന്റെ പാറ്റേണിൽ വളരെയധികം വ്യത്യാസം വന്നു. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. WDയുടെ ട്രിംസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്വഭാവം. 7 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സംശയം വരാം, എക്കണോമിക്സ് നിന്നും ചോദ്യം വന്നിട്ടുണ്ടോ? അപ്പോ എനി ക്യൂറീസ്, ഹലോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ക്യൂറീസ് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഇല്ല. ഓക്കെ, ഫൈൻ. Then these are the questions from management. നോക്കിയേ നിങ്ങൾ, മാനേജ്മെന്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ റെയർ ആയിട്ടുള്ള ഏരിയയിൽ നിന്നുമാണ് മാനേജ്മെന്റിൽ നിന്നും 2018 ചോദ്യം വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. ഈ 2018 ഈ കാണുന്ന ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. ഇത് വളരെ ആംബിഗസ് ആണ് ക്വസ്റ്റ്യൻ, അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇങ്ങനെ 7 ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. പക്ഷെ 2023 വരുമ്പോ അതിൽ വളരെ നിങ്ങൾക്ക് നോക്കുക, കുറെ കൂടി ക്വസ്റ്റ്യന്റെ സ്വഭാവത്തിൽ മാനേജ്മെന്റിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഏരിയാസിന് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒരു കാരണവശാലും ഇതിനു മുമ്പ് ചോദിക്കാത്ത ഒരു ഏരിയ ആണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും, കൊമേഴ്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഞാൻ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് പറയുന്നത്, ചോദിക്കാത്ത ഒരു ചോദ്യമാണ് മെക്കൻസിയുടെ 7 ഫ്രെയിംവർക്ക് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ UGC നെറ്റ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മെക്കൻസിയുടെ 7 ഫ്രെയിംവർക്ക്, S ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം, പുതിയ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്ന സ്വഭാവം പുതിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ്. ഇപ്പോ ഇത് ബാങ്കിങ് ആണ്, ഞാൻ ഇനി ഓണാക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ബാങ്കിങ് ആണ്. ചോദിച്ച ചോദ്യങ്ങളാണ്. ഏത് എക്സാമിനകത്ത്, HSST എക്സാമിനകത്ത് 17 ക്വസ്റ്റ്യൻസ് ആണ് HSST എക്സാമിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമ്മുടെ VHSCയുടെ എക്സാമിലേക്ക് വരുമ്പോൾ എന്തേ ചെയ്തിട്ടുള്ളൂ, 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ ചോദ്യങ്ങളിൽ എന്തുണ്ട്, ലെങ്തി ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കുറെ വരുന്നുണ്ട്. അത് നമുക്ക് അക്കൗണ്ടിങ്ങിലാണ് മുൻകാലങ്ങളിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നത് എങ്കിൽ പുതിയതായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ, ഡെറിവേറ്റീവ്സ് ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് എന്ത് കാണാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് VHSCയുടെ എക്സാമിനകത്ത് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിരവധി ക്വസ്റ്റ്യൻസ് ഇത് സെക്യൂരിറ്റി ഒക്കെ ആയി ബന്ധപ്പെട്ട, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട, സ്പെക്കുലേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. 2018 ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 10-17 ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിച്ചു കാണാവുന്നതാണ്. സോ നോളജ് ലെവൽ, അപ്ലിക്കേഷൻ ലെവൽ, മാച്ചിങ് ടൈപ്പ് ഇൻ ദ സെൻസ് നമ്മൾ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന പഴയ രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലിസ്റ്റിംഗ് കോമ്പോണൻസ്, ഇതൊക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം ക്വസ്റ്റ്യൻസ് സ്വഭാവങ്ങൾ ഈ രീതിയിൽ പഠിച്ചു കൊടുക്കുക. അത് പറയുന്നതിന്റെ കാരണം നമ്മൾ സബ്ജക്റ്റ് നന്നായി പഠിക്കും, പക്ഷെ ഏതെങ്കിലും പ്രത്യേക പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരേ പാറ്റേണിലുള്ള നോളജ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ പ്രിപ്പയർഡ് ആവുന്നത് എങ്കിൽ പുതിയൊരു ടൈപ്പ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ വറീഡ് ആവും. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ ഐ ഹാവ് നോട്ട് യെറ്റ് ദെൻ പ്രിപ്പയർഡ് ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദിസ് ഈസ് വാട്ട് ദ ക്വറി ഫസ്റ്റ് കംസ് ഇൻ അവർ മൈൻഡ്. ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. അപ്പൊ നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇത് ലെങ്തി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ലിസ്റ്റിംഗ് കോമ്പോണൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ തന്നെ നോളജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ വിചാരിക്കും ഈ 2 തന്നിരിക്കുന്നത്. ഒന്ന് ഇത് നോളജ് ടൈപ്പ് ആണ്, അപ്ലിക്കേഷൻ ലെവലോ കോംപ്രിഹെൻഷൻ ലെവലോ അതുപോലെ തന്നെ അസർഷൻ റീസൺ ടൈപ്പ് ലെവലോ ഒന്നും അല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഗിൽബർട്ട്, സയന്റിഫിക് മാനേജ്മെന്റിൽ തന്നെ ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരാളുടെ വർക്കാണ് ഇത് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്.
മോഷൻ സ്റ്റഡിയെ കുറിച്ച് കൂടുതൽ വിശദമായി പഠിച്ചിട്ടുള്ളതും ഗിൽബർട്ട് ആണ്. അദ്ദേഹത്തിന്റെ ഓരോ മോഷനെയും എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഒരു ഓർഗനൈസേഷനകത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നു, അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പഠനം നിൽക്കുന്നത്. ആ ഓരോ മൂവ്മെന്റിനെയും അദ്ദേഹം തെർബ്ലിംഗ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. തെർബ്ലിംഗ്, ഗിൽബർട്ടിന്റെ പേര് നേരെ സ്പെൽ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിൽബർട്ടിന്റെ പേര് നേരെ തിരിച്ചിടുക, അതാണ് തെർബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ തെർബ്ലിംഗ് എന്നാണ് ഓരോ മോഷനെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ 4 പേരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ആൻസർ മാത്രമാണ് റൈറ്റ് വരുന്നത്, ബാക്കി 3 പേരും റോങ് ആൻസർ ആണ്. ഐ എം നോട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ദം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈലറെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, ഗിൽബർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇത് ഏറ്റവും ബേസിക് ലെവലായ ക്വസ്റ്റൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു റോട്ട് ദ ബുക്ക് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? ആരാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആശയം കോൺസെപ്റ്റ് കോയിൻ ചെയ്തത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആശയത്തെ കോയിൻ ചെയ്തിട്ടുള്ളത്. അതിലാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന പുസ്തകം എഴുതിയത് മാലി എം പോൾ ആണ്. മാലി എം പോൾ ആണ്. സോ നിങ്ങളുടെ ഒരു കുറച്ചുകൂടി അതിൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഐ ആം ഷോയിങ് ദ ബുക്സ് റിട്ടൺ ബൈ. ഇത് നോക്കുക നിങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനകത്ത് 4 ബുക്കുകളല്ലേ ഉള്ളത് അല്ലെ? ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് മാലി എം പോൾ ആണ്. പീറ്റർ എഫ് ഡ്രക്കർ എഴുതിയ പുസ്തകത്തിന്റെ പേര് പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ റിസൾട്ട്, മാനേജ്മെന്റ് ഫോർ റിസൾട്ട് അല്ലെങ്കിൽ ബൈ റിസൾട്ട്. ഈ 2 പുസ്തകവുമാണ് ആരുടേത്? പീറ്റർ എഫ് ഡ്രക്കറുടേത്. അപ്പൊ നമ്മൾ നിരന്തരമായി പഠിച്ചു വരുന്ന, നമ്മൾ ഒരിക്കലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾക്ക് തെറ്റ് വരുന്നത്. കാരണം നമ്മൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. പക്ഷെ ആ പുസ്തകം എഴുതിയത് ആരല്ല? പീറ്റർ എഫ് ഡ്രക്കർ അല്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്റെ കയ്യിലുള്ള പുസ്തകമാണ്. ഞാൻ പുസ്തകം തന്നെ വായിച്ചിട്ടാണ് പറയുന്നത്. അത് എന്താണ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. പക്ഷെ പുസ്തകം എഴുതിയത് മാലി എം പോൾ ആണ്. ക്ലിയർ അല്ലേ? വരുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യം. അപ്പൊ നോളജ് ലെവൽ, ഇത് അപ്ലിക്കേഷൻ ലെവലാണ്. നമ്മുടെ HSST കൊമേഴ്സ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിനകത്ത് ചോദിച്ച ചോദ്യമാണ്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ ഒന്നും ഒരു കാരണവശാലും പ്രത്യേക രീതിയിൽ പഠിക്കാതെ കിട്ടത്തില്ല. ഇത് പോർട്ട്ഫോളിയോയുടെ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള, ബീറ്റ സ്റ്റോക്കിന്റെ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഇത് അപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള ഏരിയ ഒന്നും എന്ത് ചെയ്യാറില്ല, മുൻകാലങ്ങളിൽ ചോദ്യം വരാറില്ല. പക്ഷെ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വരുന്ന ചോദ്യങ്ങളാണ്, ചില ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. റീസെന്റ് ഇൻഫർമേഷൻ അങ്ങനെയും ചോദിക്കാം. റീസെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഇതൊരു റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നമ്മൾ പത്രവായനയിലൂടെയോ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളൊക്കെ വായിക്കുന്നതിലൂടെയോ മാത്രം കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ റീസെന്റ് ക്വസ്റ്റൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം ഏതാണ്? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം ഏതാണ്? കെമിക്കൽസ് ആണ്, ടെക്സ്റ്റൈൽസ് ആണ്, അഗ്രി പ്രൊഡക്ട്സ് ആണ്, പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. ഏതാണ് ആൻസർ എന്ന് പറയാമോ? ഞാനിപ്പോ പറഞ്ഞതിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം, ഈ ചോദ്യം അതല്ല, ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്രോളിയം, അഗ്രികൾച്ചറിലാണ്, ടെക്സ്റ്റൈൽസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽസ് ആണ്, പെട്രോളിയം ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആ പേര് തന്നെ ടൈപ്പ് ചെയ്യും, എങ്കിൽ അത് ക്ലാരിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ്. ഏതാണ്? അഗ്രികൾച്ചറൽ ഉൽപ്പന്നമാണോ? ടെക്സ്റ്റൈൽ ഉൽപ്പന്നമാണോ? അല്ലെങ്കിൽ കെമിക്കൽസ് ആണോ? ടെക്സ്റ്റൈൽസ് അല്ല. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ട്രേഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ വർഷത്തെയും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയം ക്രൂഡും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പെട്രോളിയം പ്രൊഡക്ട്സുമാണെന്ന് കാണാം. രണ്ടാം സ്ഥാനം വരുന്നത് കൾച്ചറൽ ബേർഡ്സും ജ്വൽസും ഒക്കെയാണ്. ഇറക്കുമതിയോ അതെ, കയറ്റുമതിയോ അതെ. ഇന്ത്യയിലെ കയറ്റുമതിയിൽ 2% താഴെ മാത്രമേ അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ശരിയാണ് എന്ന് വിചാരിക്കുന്ന, എന്നാൽ നമുക്ക് തെറ്റിപ്പോകാവുന്ന ചില പ്രത്യേക ഏരിയാസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് ഞാൻ ഈ ഒരു ഏരിയ വൈൻഡ് അപ്പ് ഏരിയയാണ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ FDI വരുന്നത്, എപ്പോഴും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ FDI വരുന്നത് ഓപ്ഷൻ 1 മൊറീഷ്യസ്, ഓപ്ഷൻ 2 പനാമ, ഓപ്ഷൻ 3 സിംഗപ്പൂർ, ഓപ്ഷൻ 4 ജപ്പാൻ. ഏത് രാജ്യത്തു നിന്നാണ് പറയാമോ ആർക്കെങ്കിലും? ഓപ്ഷൻ 1 മൊറീഷ്യസ്, ഓപ്ഷൻ 2 പനാമ, ഓപ്ഷൻ 3 സിംഗപ്പൂർ, ഓപ്ഷൻ 4 ജപ്പാൻ. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഓപ്ഷനിൽ കാരീഡ് ആവാം, ജാപ്പാനിലേക്ക് പോവാം.
അല്ലെങ്കിൽ അമേരിക്ക ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അമേരിക്കയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ല, മൊറീഷ്യസ് ആണ് ആൻസർ. മൊറീഷ്യസും സിംഗപ്പൂരും ഒക്കെയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തി വരുന്ന ഏരിയാസ്. അപ്പോൾ ഞാൻ നോളജ് ലെവൽ ക്വസ്റ്റ്യൻ മാത്രമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ റീസെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, നിരന്തരം ചോദ്യങ്ങൾ വരുന്നതാണ്. സോ നൗ I come to our program. I mean the Clive's online coaching program. So നമ്മുടെ UGC നെറ്റ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൊമേഴ്സ് സബ്ജക്റ്റിൽ കോച്ചിങ് കൊടുക്കുന്ന ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം, ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ വരുന്നത്. ഒന്ന്, ഓഫ്ലൈൻ കോച്ചിങ്ങിൽ നിന്നും ഓൺലൈൻ കോച്ചിങ്ങിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഓൺലൈൻ കോച്ചിങ്ങിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഓഫ്ലൈൻ കോച്ചിങ്ങിൽ നിന്നും തികച്ചും അഡ്വാൻറ്റേജ് ആണ് ഓൺലൈൻ കോച്ചിങ് എന്ന രീതിയിലല്ല. ഓൺലൈൻ കോച്ചിങ്ങിൽ നിന്നും ഓഫ്ലൈൻ കോച്ചിങ്ങിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം അഡ്വാൻറ്റേജുകളാണ് ഓൺലൈനുള്ളത്. ഒന്നൊരു ഓഫ്ലൈൻ കോച്ചിങ് പങ്കെടുക്കാൻ നമ്മൾ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു സ്പെൻഡ് 4 hours എ ഡേ, മേ ബി മിനിമം 3 hours എ ഡേ ആണ് ട്രാവലിംഗുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഓൺലൈൻ പ്രോഗ്രാമിൽ ഉണ്ടാവുന്നത് ഇല്ല. ടൈം സേവിങ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഡെയിലി സെഷൻസും വർക്കൗട്ടുകളുമാണ് ഉണ്ടാവുക. ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം വീക്കെൻഡ് ആയിരിക്കും ക്ലാസ്സുകൾ. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് കണ്ടന്റുകൾ പഠിക്കേണ്ടുന്ന ഒരു പ്രശ്നം വരാം. 5 മണിക്കൂറായിരിക്കും ആ പ്രോഗ്രാം ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് 1.25 മണിക്കൂറിന്റെ മാക്സിമം 1.5 മണിക്കൂറിന്റെ സെഷൻസ് ആയിരിക്കും ഓരോ ദിവസവും ഉണ്ടാവുക. ടൈംലി റെസ്പോൺസ് ടു ക്വറീസ് ആൻഡ് ഡൗട്ട്സ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് വീക്കിലി മോസ്റ്റ് ഡേയ്സിലും നമ്മൾ മീറ്റ് ചെയ്യും, ഓൺലൈനായിട്ട് മീറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വറീസും ഡൗട്ട്സും ഡെയിലി ബേസിസ്, ഈവൻ നമുക്ക് ഒരു ദിവസം പറ്റിയില്ലെങ്കിലും വെരി നെക്സ്റ്റ് ഡേ നമ്മൾ അത് അഡ്രസ് ചെയ്യുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ആൻഡ് വി ഓഫർ ബോത്ത് പ്രിന്റഡ് മെറ്റീരിയൽ ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മുടെ ഒരു കോച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 900 പേജ് വരുന്ന പ്രിന്റഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അത് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിന്റെ മൊത്തം നോട്ട്സ് ആയിരിക്കും. കൂടാതെ സോഫ്റ്റ് മെറ്റീരിയലുകളും നമ്മൾ അയച്ചു തരും. ദെൻ ബ്രീഫ്നെസ് ആണ്. ബ്രീഫ്നെസ് ഇൻ ദ സെൻസ് 1.25 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറിന്റെ സെഷനുകളാണ് ഉണ്ടാവുക. ലെങ്തി സെഷൻസ് ആയിരിക്കില്ല. ഒരു ദിവസം 5 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്ട് അവസാനിക്കുന്നത് വരെ ആ സബ്ജക്ട് തന്നെയായിരിക്കും. അല്ലാതെ ഒരു ദിവസം ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്, അടുത്ത ദിവസം മറ്റൊരു സബ്ജക്ട്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മിക്കവാറും കൺഫ്യൂസ്ഡ് ആവും, നമ്മൾ ടയർഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് പകരം ഒരു സബ്ജക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ സബ്ജക്ട് ഫിനിഷ് ചെയ്തതിനു ശേഷം അതിന്റെ പരീക്ഷകളും വർക്കൗട്ടുകളും ഒക്കെ ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. Then the very attractive advantage is you are having both live and record session. നിങ്ങൾ ലൈവ് സെഷൻസ് ഉണ്ടാവും. കൂടാതെ ഓരോ ലൈവ് സെഷൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് റെക്കോർഡിംഗ് ആണ്, ഈ സെഷൻ റെക്കോർഡിംഗ് ആണ്. ഇതേപോലെ എല്ലാ സെഷനുകളും റെക്കോർഡിംഗ് ആയിരിക്കും. സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ 3 hours ആഫ്റ്റർ ദ സെഷൻ, 3 മണിക്കൂറിന് ശേഷം നിങ്ങൾ ലൈവ് സെഷന് പങ്കെടുത്ത് 3 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് ആ സെഷനുകൾ, റെക്കോർഡ് സെഷനുകൾ ലഭ്യമാവും. അപ്പൊ 3 മണിക്കൂർ മിനിമം വേണം. കാരണം ഇത് ഗൂഗിൾ പ്രോസസ് ചെയ്ത് തരേണ്ടുന്ന കാര്യമാണ്. നമ്മളായിട്ട് പ്രോസസ് ചെയ്യുന്നതല്ല, അത് G Suite അക്കൗണ്ട് വഴി ഗൂഗിൾ തന്നെ പ്രോസസ് ചെയ്ത് അത് നമുക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പൊ അതിന് 3 മണിക്കൂർ മിനിമം സമയം എടുക്കും. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഏതാണോ തരുന്നത് അതിൽ നിങ്ങൾക്ക് അത് റെക്കോർഡ് സെഷൻ വീണ്ടും കേൾക്കാം. അപ്പോൾ ഓഫ് സെഷനിൽ എന്താ പ്രശ്നം, ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കേൾക്കാൻ കഴിയണമെന്നില്ല. ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇതേ സെഷൻസ് കേൾക്കാനും വായിക്കാനും സാധിക്കും. ദെൻ ഡെയിലി കമ്മ്യൂണിക്കേഷൻ വിൻഡോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ ഒരു കോച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഇനി ഇത് കൂടാതെ ഇതാണ് നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ. സിലൈവിന്റെ ലൈവ് അക്കാദമിയുടെ ഈ വർഷം നമ്മൾ ആരംഭിക്കുന്ന ജൂൺ 2-ാം തീയതി ആരംഭിക്കുന്ന HSST കൊമേഴ്സ് കോച്ചിങ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണിത്. ദെൻ ഓൺലൈൻ സെഷൻസ് ആണ്, ഗൂഗിൾ മീറ്റ് ആണ് പ്ലാറ്റ്ഫോം. ഈച്ച് ആൻഡ് എവറി സെഷൻസ് ആർ റെക്കോർഡഡ് and the record session will be available at your registered mail immediately after 3 hours of the live session. കോഴ്സ് ഡ്യൂറേഷൻ, ഈ കോഴ്സ് ഡ്യൂറേഷൻ നമ്മൾ പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ്. 5 മാസമാണ്. ഇതിന്റെ അർത്ഥം 5 മാസം കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമെന്നല്ല, എക്സാം വരെ നിങ്ങളെ നമ്മൾ എൻഗേജ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു മിനിമം ഒരു ഗ്യാരണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് 6 മാസം. 6 മാസത്തിനുള്ളിൽ നമ്മൾ സബ്ജക്റ്റുകളൊക്കെ പരമാവധി കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ മിനിമം 200 hours സെഷൻസ് ആണ് ക്ലാസ്സുകളായിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുക. ഇതിന് പുറത്ത് പരീക്ഷകളും മറ്റൊക്കെ ഈ അവേഴ്സിന് പുറത്തായിരിക്കും. ക്ലാസ് സെഷൻസ് മാത്രമാണ് 200 hours എന്ന് പറയുന്നത്. ലൈവും റെക്കോർഡ് സെഷനും കിട്ടും. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ PDF. ഈ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പല ഫാക്കൽറ്റീസും വരും. അവര് സ്ലൈഡുകൾ ഉണ്ടാക്കാം, അവർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തരാം,
ഇതൊക്കെ ഇതിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം തന്നെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ UGC നെറ്റ് സെറ്റ് എക്സാമുകൾ കൂടാതെ കേരളത്തിൽ നടന്ന കൊമേഴ്സ് MCOM അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എത്തിച്ചേരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു 2400 രൂപയ്ക്കൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലുകളാണ്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ 13,000 രൂപ അടച്ച് നമ്മുടെ പ്രോഗ്രാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 13,000 രൂപ ഫീസ് എന്ന് പറയുന്നത് പ്രിന്റഡ് മെറ്റീരിയലുകൾ ഉൾപ്പെടെയാണ്. ഏകദേശം 2400 രൂപയുടെ പ്രിന്റഡ് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് അത് നിങ്ങൾക്ക് കിട്ടുക. സോ സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പറുകൾ നമുക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളല്ലേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്? നിങ്ങളത് കണ്ടല്ലോ. പറഞ്ഞേ, നമ്മുടെ PSC എക്സാമിന്റെ മാത്രമാണ് ഇപ്പൊ കണ്ടത്. നമ്മൾ പരീക്ഷ വെക്കുക, അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് പരീക്ഷകൾ നടത്തുന്നത്. സോ ഈസി, നിങ്ങളുടെ സ്ക്രീനിനകത്ത് വരുന്നത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ 105 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ മാത്രമാണ്. അക്കൗണ്ടിങ്, ഇത് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രത്യേക പരീക്ഷയുടെ മാത്രം മെറ്റീരിയലാണ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ സെറ്റ് എക്സാമുകൾ, അതുപോലെ തന്നെ UGC നെറ്റ് എക്സാം 2012 മുതൽ 2023 വരെ നടന്ന സെറ്റ് നെറ്റ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകൾ നടക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാക്ടീസ് ടെസ്റ്റ് നടക്കുക. അല്ലാതെ നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേറെ ഉണ്ടാവും, അത് വർക്ക്ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് തരും. നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ മറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വർക്ക്ഔട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് തരിക. സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പറുകളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തരിക നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് UGC നെറ്റ് എക്സാമുകളിലും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമുകളിലും ആധികാരികമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അത് ഏകദേശം ഒരു സബ്ജക്റ്റിന് 350 ക്വസ്റ്റ്യനുകൾ നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സബ്ജക്റ്റിനകത്ത് മിനിമം നിങ്ങൾ 350 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടും. ഇൻ ദ സെൻസ് ആസ് എ പാർട്ട് ഓഫ് ഓൾ പ്രോഗ്രാം കൊമേഴ്സിനകത്ത് നിങ്ങൾ ഏകദേശം 3500 ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പരിചയപ്പെടുന്നതായിരിക്കും. അത് സബ്ജക്ട് വൈസ് മാറ്റം ഉണ്ടാവും. അക്കൗണ്ടിങ് സബ്ജക്റ്റിന്റെ അത്ര തന്നെ ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിന് തരാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്ട്സിന് തരാൻ പറ്റണമെന്നില്ല. പക്ഷെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന് പറ്റും. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് സെറ്റ് എക്സാമിന് ഏറ്റവും ചോദ്യം ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ദെൻ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. ഒരു പരീക്ഷ പ്രീവിയസ് ഇയർ ടെസ്റ്റ് പേപ്പർ പരീക്ഷ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പരീക്ഷ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് അഡ്വാൻറ്റേജ് വി ആർ ഹാവിംഗ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെന്റ്. ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വർക്കൗട്ടുകളും ഇവിടെ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാ വർക്കൗട്ടുകളും ഇവിടെ റെക്കോർഡഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മൾ അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ സബ്മിറ്റ് ചെയ്തത് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ കുട്ടിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും എന്താണ് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ നിങ്ങളുടെ സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ അസസ് ചെയ്യും. അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് വേണ്ടി പിന്നീട് എത്തിച്ചു തരിക. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും ക്ലാസ്സുകൾ ഉണ്ടാവും. ജനറൽ പേപ്പറിനെ പൂർണ്ണമായും തിരസ്കരിക്കരുത്. കാരണം കഴിഞ്ഞ HSST പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നവരും റാങ്ക് ലിസ്റ്റിനകത്ത് വരാത്തവരും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിനകത്ത് മുകളിൽ വന്നവരും താഴെ വന്നവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, അത് മാത്രം ആവണമെന്നൊന്നുമില്ല. റാങ്ക് ലിസ്റ്റിനകത്ത് മുന്നിൽ വന്നവരെല്ലാം സബ്ജക്റ്റിൽ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പറയുന്ന ജനറൽ പേപ്പറിനകത്തെ സ്കോറിംഗ് കപ്പാസിറ്റിയാണ്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ആളുണ്ട്, അദ്ദേഹം ഓൾറെഡി HSST കൊമേഴ്സ് കിട്ടിയ ആളാണ്. അദ്ദേഹം അതിന് ജനറൽ പേപ്പറിന്റെ 30 ക്വസ്റ്റ്യൻ 22 എണ്ണം ശരിയാണ്. അദ്ദേഹത്തിന് കൊമേഴ്സിൽ 6 ക്വസ്റ്റ്യനെ ശരിയായിട്ടുള്ളൂ, 6 7 ക്വസ്റ്റ്യനെ ശരിയായിട്ടുള്ളൂ. പക്ഷെ ടോട്ടൽ മാർക്ക് അദ്ദേഹത്തിന് 29 മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ജനറൽ പേപ്പറിനെ പൂർണ്ണമായി നമുക്ക് തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. 30 ക്വസ്റ്റ്യൻസ്. പിന്നെ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. റിസർച്ച് മെത്തഡോളജി ഒരു ജനറൽ പേപ്പർ ആയിട്ട് വരുമ്പോഴും അവർക്കത് സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളതാണ് എന്നത് അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. സോ മറ്റൊന്ന്, സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് സബ്ജക്ട് എക്സ്പേർട്ട് ആണ്. ഈ സബ്ജക്ട് എക്സ്പേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു ചോദ്യമാണ്. നോക്കുക, അതിനർത്ഥം റെഗുലർ കോളേജുകളിലെ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് എന്നൊന്നുമല്ല. അങ്ങനെയല്ല. സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് വി ആർ ഹാവിംഗ് ഗിരീഷ് പി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് പി ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് ഹാവിംഗ് മോർ ദാൻ 20 years ഓഫ് എക്സ്പീരിയൻസ് ഹാൻഡ്ലിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്. 20 വർഷം സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത അധ്യാപകനാണ്. പക്ഷേ ഹിസ് ഒറിജിൻ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഒറിജിൻ ആണ്. ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ PG
സ്റ്റാറ്റിസ്റ്റിക്സിനകത്താണ്, കൊമേഴ്സിനകത്തല്ല. പക്ഷെ കൊമേഴ്സിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ 20 വർഷമായി കൈകാര്യം ചെയ്തതിന്റെ അനുഭവമുള്ള ആളുമാണ്. ഇനി അക്കൗണ്ടിങ് നമുക്കറിയാം കൊമേഴ്സ് അധ്യാപകം തന്നെയാണ്. ഏകദേശം വി ആർ ഹാവിംഗ് ജോർജ് കുട്ടി, മിസ്റ്റർ ജോർജ് കുട്ടി ഹാവിംഗ് അറൌണ്ട് 35 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്ങിനകത്ത് ഏകദേശം 35 വർഷം അധ്യാപന പരിചയമുള്ള ആളാണ് ജോർജ് കുട്ടി സാറ്. സാറായിരിക്കും നമ്മുടെ അക്കൗണ്ടിങ് സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഷംന മാമാണ്. അദ്ദേഹം എക്കണോമിക്സ് തന്നെയാണ്, അല്ലാതെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല. പക്ഷെ കൊമേഴ്സിലെ എക്കണോമിക്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തതിന്റെ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് എക്കണോമിക്സ് ആണ്. അപ്പൊ നമ്മൾ സബ്ജക്ട് എക്സ്പെർട്ട് എന്നത് ഉദ്ദേശിക്കുന്നത് അതാണ്. ഏതാണോ ആ ബേസിക് ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിനിൽ തന്നെ ഗ്രൗണ്ട് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോ റിസർച്ച് മെത്തഡോളജി, ഐ ആം ദ പേഴ്സൺ ഹാൻഡ്ലിംഗ് റിസർച്ച് മെത്തഡോളജി. എന്റെ അതിലത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ റിസർച്ച് മെത്തഡോളജി, ഞാൻ റിസർച്ച് കഴിഞ്ഞ ആളാണ്, റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പിന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കോഴ്സ് പഠിച്ച് അതിൽ UGC നെറ്റുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലാതെ റെഗുലർ കോളേജിലെയോ എയ്ഡഡ് കോളേജിലെയോ അധ്യാപകർ ക്ലാസ് എടുക്കും എന്നതല്ല അതിന്റെ മീനിങ്. പറഞ്ഞ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 50 കുട്ടികളിൽ കൂടുതൽ ഒരു ബാച്ച് നമ്മൾ കൺസിസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരു ബാച്ച് എടുക്കുന്നുള്ളൂ. ആ ഒരു ബാച്ചിൽ 50 കുട്ടികളാണ്. ആ 50 കുട്ടികളിൽ കൂടുതൽ ഒരു അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കത്തില്ല. അപ്പൊ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന, ആദ്യം ജോയിൻ, ഓൾറെഡി നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. അഡ്മിഷൻ കൂടുതൽ കുട്ടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 കുട്ടികളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അക്കോമഡേറ്റ് ചെയ്തുള്ളൂ. അതിനുശേഷം ആളുകളെ എന്ത് ചെയ്യില്ല, അക്കോമഡേറ്റ് ചെയ്യില്ല. ഇനി നിങ്ങളിപ്പോ ജനറൽ പേപ്പറിന്റെ കേസ് പറയുകയാണെങ്കിൽ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് എടുക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ജിജോ വർഗീസ് ആണ്, ഡോക്ടർ ജിജോ വർഗീസ് ആണ്. അദ്ദേഹം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത, അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തെ നമ്മൾ സബ്ജക്ട് എക്സ്പെർട്ട് എന്ന് വിളിക്കുന്നതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സബ്ജക്ട് എക്സ്പെർട്ടൈസിന്റെ ഒരു സ്വഭാവം. നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇതാണ്. ഡയറക്ടർ രേഷ്മ, ആൻഡ് ഐ വെൽക്കം our administrator Masood sir. Hello Masood sir, are you here? Hello. Okay, I hand over the platform to Masood sir. Okay, Masood sir, നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യുന്നതായിരിക്കും. Hello sir, please. Okay. ഓൾറെഡി നമ്മൾ 1 മണിക്കൂറിന്റെ പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഓൾറെഡി ഇനി 10 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. പ്രസൂൺ സാർ കൃത്യമായിട്ട് സിലബസിനെ കുറിച്ചും പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവായിട്ട് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു റാങ്ക് ലിസ്റ്റ് ആവില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ പിന്നെ എല്ലാ റാങ്ക് ലിസ്റ്റും മുമ്പുണ്ടായ 2017 അതുപോലെ 2018 പിന്നെ നോട്ടിഫൈ ചെയ്തിട്ട് എക്സാം നടത്തിയതിലൊക്കെ വലിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് 2022, 23 പിന്നെ ഇപ്പൊ അടുത്ത് വന്ന ഇന്ത്യ റാങ്ക് ലിസ്റ്റും ഒക്കെ ആൾക്കാർ വളരെ കുറവാണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, വലിയ റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിയമനങ്ങൾ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത് ഗവൺമെന്റിനെതിരെ തന്നെ ഒരു പിന്നെ വികാരമായിട്ട് വരുന്നത് കൊണ്ടാണ് പിന്നെ ഇപ്പോൾ തത്വത്തിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വേക്കൻസികൾക്ക് അനുസൃതമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്. മുമ്പൊക്കെ പിന്നെ ആന്റിസിപ്പേറ്ററി വേക്കൻസിയുടെ ഒരു 3 മടങ്ങ് ആയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി അങ്ങനെ ആയിരിക്കില്ല. എത്ര വേക്കൻസിയാണ് വരാൻ സാധ്യതയുള്ളത് അതോ അതിൽ കുറച്ചിട്ടോ ഇടണം എന്ന രീതിയിലാണ് ഒരു തത്വത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന പിന്നെ റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. മുമ്പ് എക്കണോമിക്സിന്റെ വന്നേരം 498 ഒരു 500ന്റെ ആള് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കാമോ? ക്ലിയർ അല്ലേ? ഓഡിയബിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ 498 പേരാണ് അന്ന് എക്കണോമിക്സിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായത്, സപ്ലി കൂടാതെ. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് വന്നത് വെറും 213 പേരാണ്. എക്കണോമിക്സ് പോലുള്ള ഏറ്റവും അധികം നിയമനം നടക്കുന്ന പിന്നെ ഒരു പിന്നെ സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. കാരണം പിന്നെ കൊമേഴ്സിലും അതുപോലെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിലും പിന്നെ ഉള്ള ബാച്ചിലൊക്കെ വേണ്ടതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നത് വെറും 213 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ. അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ഇപ്പൊ ആകെ 28 പേരങ്ങനെ പിന്നെ അതിന്റെ സീനിയറിന്റെ അതിലെ മെയിൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും, ബാക്കി ഹിന്ദിയിലും വളരെ കുറവാണ്. അങ്ങനെ പിന്നെ നിങ്ങൾ എടുത്തു നോക്കിയ സയൻസ് സബ്ജക്റ്റ് അടക്കം വളരെ കുറവായിട്ട് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇനിയുള്ള എക്സാം എന്ന് പറയുന്നത്
പിന്നെ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് നല്ല ടഫായിരിക്കും. അതായത് മുമ്പുണ്ടായതുപോലെ നമ്മുടെ കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞതിൽ 784 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, 1061 പേര് സപ്ലി ലിസ്റ്റിൽ. അങ്ങനെയാണ് ഒരു 1800 അടുത്ത് ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം നിയമനം നടന്നത് വെറും 140 നിയമനങ്ങളെ ആ റാങ്ക് ലിസ്റ്റിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇനിയുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. മിക്കവാറും ആ റാങ്ക് ലിസ്റ്റിൽ കയറുന്നവർക്ക് പിന്നെ 80% അല്ലെങ്കിൽ 90% ആൾക്കും ജോലി ഉറപ്പാണ്. അങ്ങനെയുള്ളത് നിങ്ങൾ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് പരിശോധിച്ച കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പം എന്തുകൊണ്ട് ഈ പഠനം വളരെ പെട്ടെന്ന് തുടങ്ങണം, അതുപോലെ അത്രയും സീരിയസ് ആയിട്ട് കാണണം എന്ന് പറയുന്നത് മുമ്പുള്ള ഒരു സ്വഭാവത്തിലായിരിക്കില്ല ഇനിയുള്ള എക്സാം. മാത്രമല്ല ഇനി വരുന്ന റാങ്ക് ലിസ്റ്റും അങ്ങനെ ആയിരിക്കില്ല. മിക്കവാറും 2025 നമ്മൾക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാം. ഒരു 26 അല്ലെങ്കിൽ 27 റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു 30 വരെ, 27 വരുന്നതെങ്കിൽ 30 വരെ കാലാവധി ഉണ്ട്. കൊമേഴ്സിന്റെ നിങ്ങൾക്കറിയാം ആ ഒരു കാലയളവിലാണ് 2028-29 വർഷങ്ങളിലാണ് മാസമായിട്ടുള്ള ഒരുപാട് റിട്ടയർമെന്റ് വരുന്നത്. മാത്രമല്ല നമ്മൾക്കറിയാം ഇനി ഏകീകരണം പൂർത്തിയാവുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ വളരെയധികം ഭീഷണി നേരിടുന്നുണ്ട്. കാരണം ഹൈസ്കൂളിലുള്ളവർ തന്നെ ഹയർ സെക്കൻഡറിയിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ HSST എന്ന പിന്നെ ഒരു ജൂനിയർ എന്ന ഒരു സബ്ജക്റ്റ് ബാക്കിയുള്ളതിൽ വളരെയധികം ഒരു പിന്നെ ഭീഷണി നേരിടുന്നുണ്ട്. പക്ഷെ കൊമേഴ്സ് സബ്ജക്റ്റിനെ കുറിച്ച് അറിയാം, ഇപ്പോൾ HSAയിൽ വർക്ക് ചെയ്യുന്നത് ആകെ 5 or 6 പേര് മാത്രമേ റീസെന്റ് ആയിട്ട് കൊമേഴ്സുകാരെ ഉള്ളൂ എന്നാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്. പഠിത്ത് പിന്നെ മാത്രമല്ല ഇനി മുതൽ HSA കൊമേഴ്സുകാർക്ക് എഴുതാൻ വേണ്ടിക്ക് പറ്റില്ല. പിന്നെ 265/2022 നവംബർ 11 ഇറങ്ങിയ ഗവൺമെന്റിന്റെ ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. അത് പ്രകാരം കൊമേഴ്സുകാർക്ക് HSA എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഹൈസ്കൂളിനുള്ള പിന്നെ പ്രൊമോഷൻ ആയിട്ട് വേക്കൻസികൾ പിന്നെ ഫില്ല് ചെയ്യുന്നത് ഉണ്ടാവില്ല. മിക്കവാറും ആ ഒരു സമയത്ത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് കൊമേഴ്സിൽ ഉള്ള വേക്കൻസികൾ ഡയറക്റ്റ് റാങ്ക് ലിസ്റ്റ് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള സബ്ജക്ട് പോലെയല്ല, ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ഹൈസ്കൂളിൽ പിന്നെ HSAയിലെ ആൾക്കാരുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. കൊമേഴ്സിൽ ഇനി ആ ഒരു പിന്നെ ഭീഷണി കൂടി ഉണ്ടാവില്ല. ഡയറക്റ്റ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ആ ഒരു പിന്നെ മെജോറിറ്റി കൂടി നമ്മൾക്ക് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വലിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കില്ല. എങ്ങനെയും ഒരു 300 താഴെ ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്ന ഒരു ഇത് വെച്ച് എങ്ങനെയും മെയിൻ ലിസ്റ്റിൽ 300 താഴെ, അതിലും കുറയാനുള്ള സാധ്യത എന്ന് പറയുന്നത്, എന്നാലും മാക്സിമം അത്രേ ഉണ്ടാവും. അതിലും കുറഞ്ഞിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലാതെ വലിയൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഈ പിന്നെ സപ്ലി ലിസ്റ്റും വളരെയധികം കുറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഒരു പിന്നെ ശരിയായിട്ട് നിങ്ങളുടെ ഒരു ജീവിത പിന്നെ ലൈഫ് ടൈം പിന്നെ ഓരോ ദിവസമുള്ള ഒരു ഇതിൽ ഇനിയും മണിക്കൂറുകൾ മാറ്റി വെച്ചിട്ട് പഠിക്കേണ്ട ഒരു പിന്നെ അവസ്ഥ സംജാതമായി. മിക്കവാറും ഈ HSST എക്സാം കൊമേഴ്സിന്റെ ഇപ്പം വിളിക്കും എന്നത് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നിക്കൽ ഡിസംബറിൽ വിളിക്കും അല്ലെങ്കിൽ അടുത്ത വർഷം എന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് തന്നെ വിളിക്കാൻ ഓൾറെഡി PSC തീരുമാനമായിട്ടുണ്ട്. മിക്കവാറും ജൂണിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. ഇത്രയാണ് ഇതുമായിട്ട് പറഞ്ഞ കാര്യമുള്ളത്. പിന്നെ എക്സാമിന്റെ കാര്യം നേരത്തെ പ്രസൂൺ സാർ പറഞ്ഞ പോലെ തന്നെ പിന്നെ എക്സാം എന്ന് പറയുന്നത് ഒരു പിന്നെ ടെക്നിക്കൽ പരമായിട്ട് ഒരു സ്ട്രാറ്റജി പരമായിട്ട് നീങ്ങേണ്ടത്. കഴിഞ്ഞ എക്സാമിൽ എല്ലാവർക്കും സംഭവിച്ചത് പിന്നെ ഒരു 10-40 എണ്ണൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരത് ശരിയാക്കി അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും എന്താ ചെയ്യുന്നത്, അടിച്ച് പിന്നെ കറുപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തു, എല്ലാവരും പഠിച്ചവരും എന്ത് ചെയ്തു, കറുപ്പിക്കാൻ പോയി. അവർക്ക് ഒരു 15 പിന്നെ നെഗറ്റീവ് മാർക്ക് വന്നപ്പോൾ അവർ മാർക്ക് കുറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ കൃത്യമായി കോച്ചിങ്ങിന് പോയി കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് നടത്തി അത്രയും തറുവായാൽ കൃത്യമായി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഇനിയുള്ള റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ജോലി കിട്ടുക എന്നാണ് അർത്ഥം. പക്ഷെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് കയറാനുള്ള പോസിബിലിറ്റി വളരെ കുറയാനും സാധ്യതയുണ്ട്. ഇത്രയാണ് ഇതിൽ ജനറൽ ആയിട്ടുള്ള ഒരു പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉള്ളത്. ഒരു കോച്ചിങ് സ്ഥാപനവും ഈ റാങ്ക് ലിസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള സാധ്യതയില്ല. പക്ഷെ വിത്ത് ഓൾ കറേജ് ഈ സെറ്റ് ഇറ്റ്. അദ്ദേഹം എല്ലാ കറേജസോടും കൂടിയാണ് അത് പറഞ്ഞത്. കാരണം ആയിരക്കണക്കിന് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകി ആരെയും അതിൽ ക്യാരിയിടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഫാക്ട്സ് ആണ് മസൂദ് സാർ പറഞ്ഞത്. കഴിഞ്ഞ എക്സാമുകളിൽ നിന്നും ഈ വർഷത്തേക്ക് വരുമ്പോൾ എല്ലാ റാങ്ക് ലിസ്റ്റുകളും പകുതിയോ അതിൽ താഴെയോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം
ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ഇപ്പോ 1600 ആളെ ലിസ്റ്റ് ചെയ്ത് 140 ആൾക്ക് ജോലി കൊടുക്കുന്നതാണോ നല്ലത്, അല്ല 250 പേരെ ലിസ്റ്റ് ചെയ്തിട്ട് 250 പേർക്കും ജോലി കൊടുക്കുന്നതാണോ നല്ലത് എന്നതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കുറയുന്നതിന്റെ ഒരു തത്വം അതിൽ വരുന്ന ആളുകൾക്കെല്ലാം ജോലി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ കൊമേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നടക്കുക കൃത്യമായി പ്രീവിയസ് ഇയർ ടെസ്റ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ HSST VHST പരീക്ഷയിലെ പ്രീവിയസ് ഇയർ ഒന്നും ധരിക്കരുത്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രീവിയസ് ഇയർ പരീക്ഷ വെച്ചാൽ ആകെ 4-5 പരീക്ഷ വെക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ 2012 മുതൽ 2023 വരെയുള്ള സെറ്റ് നെറ്റ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി റെഡിയാണ്, സോർട്ടഡ് ആണ്. ഓൾറെഡി സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ അത്രയുമാണ് നമുക്ക് അതിൽ അക്കാദമിക് ആയിട്ട് പറയാനുള്ളത്. സോ ഇനി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടായത് എന്നൊന്ന് പറയാമോ? പ്ലീസ്, വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ ഫീഡ്ബാക്ക്. തീർച്ചയായും നമ്മുടെ കോൺടാക്ട് നമ്പർ ടീം വർക്കാണ്. ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി മുതൽ 6:15 വരെ. ഇതൊരു ടൈമാണ്. പിന്നെ ഇപ്പോൾ ഈ ടൈമിലായിരിക്കും ഇപ്പോൾ സെഷൻസ് നടക്കുക. ഇനി കുറച്ചുകൂടി ടൈറ്റ് ആവുമ്പോൾ, ഇൻ ദ സെൻസ് പരീക്ഷയുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം സെഷൻസ് പ്ലാൻ ചെയ്യും. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 8:30 ആയിരിക്കും. 8:30. This is our program and this is all about the coming coming HSST 2024. So I wish all the best for your preparation and we hope that you all will contact and we can have a good time together in the coming days. Okay. Thank you all. Thank you very much.